ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഔഷധ ഗുണമുള്ള ഇലയെ പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പരിചയപ്പെടുത്തിയ ഇല. ഇതിൻ്റെ പേര് എരിക്കിൻ്റെ ഇല എന്നാണ് പറയണത്. ഇതിൻ്റെ പൂവാണിത് കേട്ടോ. ഇതുപോലത്തെ പൂക്കൾ ഇതിൽ ചെടിയിലുണ്ടാവും. ഇത് ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. ഇത് സർവ്വസാധാരണമായി എല്ലായിടത്തും കാണുന്നതാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് എടുത്തു. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അരിമ്പാറ, കരിമ്പാറ എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഉണ്ണികൾ, ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഇല പൊട്ടിച്ചാൽ നല്ല കറയാണ്. ഞാൻ കാണിച്ചു തരാം. ആ കറ എന്ത് ചെയ്യുക, ഈ ഉണ്ണിയിൽ അല്ലെങ്കിൽ ഈ കരിമ്പാറയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5-6 ദിവസം നിങ്ങളിതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തികച്ചും ഈ അരിമ്പാറ എന്ത് ചെയ്തു പൂർണ്ണമായിട്ടും മാറുന്നു. ചെറിയൊരു നീറ്റലും എരിവൊക്കെ ഉണ്ടാവും, എന്നാലും വേഗം തന്നെ അത് മാറുന്നുണ്ട്. എല്ലാ സംഭവം ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വേറെ ഡോട്ട്സോ അങ്ങനത്തെ ഒന്നുമില്ലാതെ അത് മാറി വരണുണ്ട്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഒരുപാട് പേര് ഉപയോഗിച്ച് പറഞ്ഞ വേറൊരു ടിപ്പാണ്, ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഈ രാത്രി കിടക്കുമ്പോൾ കാലിന്റെ അടിയിൽ ഈ ഒരു ഭാഗം, ഈ മറുഭാഗം കാൽപാദത്തിന്റെ അടിയിൽ വെച്ചിട്ട് പിന്നെ സോക്സ് ഇട്ട് കിടക്കുക. എന്നാൽ രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ അത് റിമൂവ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അവരുടെ ഷുഗറിന്റെ കണ്ടന്റ് കുറയുമെന്ന് പറഞ്ഞു. കാരണം കൂടി നിൽക്കണവർക്ക്, ഷുഗർ പേഷ്യൻസിന് ഷുഗർ കുറയാൻ സഹായിക്കുമെന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞ് അറിവുള്ള കാര്യമാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിന്റെ കറ. ഇങ്ങനെ കറ വരും. എല്ലാത്തിലും ഉണ്ട്. ഏത് ഇല പൊട്ടിച്ചാലും അതിലുണ്ടാവും കറ. നല്ല കറയുള്ള സാധനമാണ്. ഈ കറയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അരിമ്പാറയിലൊക്കെ തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 5-6 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല മാറ്റം നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും. അറിയാത്തവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.